ടിക്ടോക്ക് നിരോധിച്ചു. പറഞ്ഞാ കേക്കണ്ടേ? ഞാൻ എത്ര പറഞ്ഞു നോക്കിയെന്നറിയോ? ഒരു കാര്യം നിന്റെ കരച്ചിലോടൊപ്പം ഞാൻ അവിടുത്തെ അച്ഛനെ നിനക്ക് ഏതാണ്ട് പറ്റിയെന്ന് വിചാരിച്ചു. ഓടി വന്നു 100 പേരെ കൂടി കണ്ടേച്ചെങ്കിൽ എനിക്ക് പൈസ വരാൻ തുടങ്ങണ്ടേ? ഈ ബുദ്ധിയില്ലാത്ത സാധനത്തിനെ കൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് ഒരു പിടിയില്ല. അച്ഛനത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ടിക്ടോക്ക് പോയില്ല അളിയാ. ടിക്ടോക്ക് അത് പോട്ടളിയാ. ഇപ്പൊ ടിക്ടോക്ക് നിരോധിച്ചാൽ വേറെ 50 ആപ്പ് വരും. അതിന് വേണ്ടത് നമുക്ക് കയറ്റാം. ഞാനെങ്ങനെ സഹിക്കാനാണ്? ഞാൻ ചെയ്ത വീഡിയോസ്, എൻ്റെ ഫാൻസ്, എൻ്റെ പെർഫോമൻസ്, ഞാൻ ഉണ്ടാക്കിയ മൈലേജ് എല്ലാം പോയില്ല അളിയാ. ഇതിനൊക്കെ അങ്ങോട്ട് തല്ലിക്കൊന്നു കഴിഞ്ഞാൽ ജയിലിൽ പോണ്ടി വരുമല്ലോ. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും ചെയ്തിട്ടുണ്ടാവും. അച്ഛനതിന്റെ ഗൗരവം മനസ്സിലാവാഞ്ഞിട്ടാ. ഒന്നാമത് ഇവർ ചെയ്തത് തെണ്ടിത്തരല്ലേ. ഇരു രാജ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് ഈ ആപ്പ് നിരോധിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടാവും. അത് നീ വിവരമില്ലാത്തോണ്ട് പറയുന്നതാണ്. എടാ, ഇതൊരു യുദ്ധമാണ്, വ്യാപാര യുദ്ധം. അങ്ങനെയാണെങ്കിൽ എല്ലാം നിരോധിക്കണ്ടേ? അത് നിരോധിക്കാൻ പറ്റില്ലല്ലോ. അതെങ്ങനെ നിരോധിക്കാൻ പറ്റുക? 2 രാജ്യങ്ങൾ തമ്മിൽ കരാറുണ്ട്, വ്യാപാര കരാറ്. അത് മനസ്സിലാക്കണ്ടേ? ആ ആപ്പ് പോയ പോട്ടാളിയാ. പുതിയ ആപ്പ് വല്ലതും ഡൗൺലോഡ് ചെയ്യേ, എന്നിട്ട് ഫേമസ് ആവാം നമുക്ക്. നന്നായി. എടാ, അവനോ തലയ്ക്ക് സുഖമില്ല, അവൻ ഓരോന്ന് കാണിക്കുന്നു വിചാരിച്ചിട്ട് അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാ. കാലം മാറിയില്ല അച്ഛ. അപ്പം എല്ലാവരും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരുത്തം വളർന്നു വരുന്നുണ്ടല്ലോ. 24 മണിക്കൂർ ആ ചെക്കൻ്റെ കയ്യിലും ഫോണാണ്. അതിൻ്റെ ഉപയോഗം കുറച്ച് നിർത്തിയാൽ നിങ്ങൾക്ക് നല്ലത്. അച്ഛാ, അവനങ്ങനെ വെറുതെ ഫോണും പിടിച്ചോണ്ടിരിക്കൊന്നുമല്ല. പിന്നെ ബുദ്ധിപരമായ കളികളാണ്. അതിലൊരു കാർ റേസിംഗ് ഉണ്ട്. ഒറ്റ ദിവസം കൊണ്ട് അവൻ എത്ര സ്റ്റേജാ പിന്നിടണെന്ന് അറിയാമോ? അച്ഛന് 1 വർഷം ഇരുന്നാ പറ്റില്ലല്ലോ. ഈ സ്റ്റേജൊക്കെ ഇങ്ങനെ പിന്നിടുമ്പോൾ അതിന് പൈസ എന്തെങ്കിലും കിട്ടുമോ? അതില്ല, പൈസ കിട്ടില്ല. അല്ല, പൈസയുടെ കാര്യം പറഞ്ഞപ്പോഴാ, നിങ്ങൾ 6 മാസം മുമ്പ് എൻ്റെ കയ്യിൽ 1 ലക്ഷം ഉറുപ്പ്യ വാങ്ങിച്ചോണ്ട് പോയില്ലേ? അല്ല, അടുത്ത ആഴ്ചയിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ആ പൈസ എന്താ ഇതുവരെ തരാതെ? ഞാനത് അവിടുന്ന് ഇവിടുന്നൊക്കെ തിരിമറി ചെയ്തിട്ട് തന്നതാണ്. അല്ല അച്ഛാ, അത് കാശ് ഞാൻ റെഡിയാക്കി വെച്ചതാണ്. അപ്പോഴേക്കല്ലേ അച്ഛാ കൊറോണ വന്നത്. അതാണ് അപ്പൊ ടൈറ്റായി. അല്ല, അതിപ്പോ അയാൾ ചോദിച്ചോണ്ടിരിക്കണേ, കൊടുക്കണതേ. പിന്നെ ഇപ്പൊ ഇന്ന് തരായിരുന്നു, പക്ഷെ ബാങ്ക് ഒഴിവല്ലേ. വേണ്ട, ഈ മൊബൈലിൽ നിങ്ങൾക്ക് അതിനൊക്കെ ഉള്ള സംവിധാനം നിനക്കറിയാലോ. അച്ഛന് എന്താണ് അച്ഛന്റെ മോളല്ലേ ഞാൻ, ഇങ്ങനെ കണക്ക് പറയണ എന്തിനാ? അല്ല, മോൾക്കുള്ളതൊക്കെ ഞാൻ തന്നു. ഇതിപ്പോ കടായിട്ട് വാങ്ങിച്ചല്ലേ, അത് തിരിച്ചു തരണ്ടേ? പിന്നെ ഇപ്പൊ അത്യാവശ്യമായിട്ടിരിക്കണോ? കഞ്ഞി കുടിക്കാൻ പറ്റുള്ള അച്ഛനാ? അല്ല, അത് കൊടുക്കണം. അതാണ് ആർക്ക് കൊടുക്കണം? എന്തിനാ അച്ഛൻ കള്ളം പറയണേ? കൊടുത്ത എന്നാ തന്നെ കേട്ടോ. പൈസ ഇടുമ്പോൾ 2 ആക്കിയിട്ട് 50 രൂപ എൻ്റെ അക്കൗണ്ടിൽ ഇട്ടോ. 50 രൂപ എൻ്റെ അക്കൗണ്ടിലോട്ട് ഇട്ടോന്ന്. അച്ഛാ, 50 രൂപ അവന് കൊടുക്കാൻ. ഉണ്ടെങ്കിൽ കൊടുത്തോ. പക്ഷെ ഇതിലേക്ക് 1 രൂപ തന്നെ ഇടണം. നീ ആദ്യം ഇതിലേക്ക് 1 ലക്ഷം ഇട്ടോ. ആദ്യം 50 ഇട്ടിട്ട് 1 ഇട്ടാൽ മതി. അത് കൊടുക്കാനുള്ളതല്ലേ, അപ്പൊ സെൻഡ് ആവില്ല. അതല്ല അച്ഛൻ, കാശൊന്നുമില്ല കയ്യിൽ. 1.5 ലക്ഷം ഉറുപ്പ്യുള്ളൂ. ഇനിയിപ്പൊ അച്ഛൻ്റെ ആവശ്യമില്ലെന്ന് കരുതിയിട്ട് അതിന് അങ്ങോട്ട് തരാന്ന് മാത്രം. 1 2 അളിയാ. അപ്പൊ 50 ഇടാം. പിന്നെ ഞാൻ അടുത്ത ദിവസം തന്നാ പോരെ? അത് പോരെ. അല്ല, അങ്ങനെയാണെങ്കിൽ നാളെ ബാങ്കിൽ വന്ന് തുറന്നാൽ ഞാൻ ഇട്ട് ശരിയാക്കി തരാം. ഒന്നുകൂടെ നോക്ക്. ചേട്ടാ, ഇതില് ബാലൻസ് ഇല്ല എന്നാണ് കാണിക്കണേ. എന്ത്? ഇതില് ബാലൻസ് അത്ര ഇല്ലെന്ന്. എത്ര ഉണ്ട്? നോക്കട്ടെ. അക്കൗണ്ടിൽ പൈസ അല്ലേ? 250 രൂപയുള്ളു. എന്ത്? 250. 4 ലക്ഷം ഉറുപ്പ്യ ഉണ്ടായിരുന്നില്ലേ? അപ്പൊ ബാക്കി പൈസ എവിടെ? സത്യം പറയടി, നീ പൈസ ആർക്കാ കൊടുത്ത്? ഞാൻ എടുത്തിട്ടില്ല. നീ എടുക്കാണ്ട് പിന്നെ അത് പറഞ്ഞു പോ. അച്ഛൻ, ഞാൻ എടുത്തിട്ടില്ല. 4 ലക്ഷം ഉറുപ്പ്യ നീ ആർക്ക് കൊടുത്തു? മര്യാദ. അല്ല അച്ഛ, പൈസ എടാ, ബാങ്കിൽ പോയി ചോദിച്ചാൽ അറിയില്ലേ? അതിന് ബാങ്കില്ലല്ലോ അച്ഛാ. ഇതൊക്കെ നാളെ പൊക്കൂടെ? ടിക്ടോക്ക് പോയതോടുകൂടി രാജ്യം നശിച്ചു. മറിമായം